പിന്നെ കൈ ഫുള്ള് നിറയണം. അതായത് ഇപ്പോൾ ടൈം കഴിയുമ്പോൾ ഒറ്റ കയ്യിലേ കഴിഞ്ഞിട്ടുള്ളൂ, മറ്റേത് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അവർ ഡിസ്ക്വാളിഫൈ ആവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന സംഭവം നമ്മൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇത്തവണ നിബന്ധനകൾ കറക്റ്റ് അല്ലെങ്കിൽ അവർക്ക് മാർക്കേ ഉണ്ടാവില്ല, ഡിസ്ക്വാളിഫൈ ചെയ്തായിരിക്കും ചെയ്യാം. അപ്പോൾ എല്ലാവരും കറക്റ്റ് നോക്കിയിട്ട് ചെയ്യാം.
മണിയറ വിലക്കി കണ്ട സ്വപ്നമൊന്നാടക്കി ACV ന്യൂസ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വ്യത്യസ്തമായ പല പരിപാടികളും പല സെൻറ്ററുകളും നടത്തുന്നുണ്ട്. പട്ടാമ്പി സെൻറ്ററിൽ ഓണത്തിനും അതുപോലെ തന്നെ പെരുന്നാളിനും ഇങ്ങനെ ഓരോ പരിപാടി നടത്താറുണ്ട്. അത് നമുക്ക് വളരെ നല്ല ഒരു പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ACV പട്ടാമ്പി തുടങ്ങി ഏകദേശം 23-24 വർഷത്തോളമായി പ്രാദേശിക വാർത്താ രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ACV ചാനലിൻ്റെ നേതൃത്വത്തിൽ മുഞ്ചുള്ള മൈലാഞ്ചി വർഷങ്ങളായി നടക്കുന്ന പരിപാടിയാണ്. മൈലാഞ്ചി ഇടൽ ഒരു കലയെ കൂടിയാണ്. ആ കലയെ പ്രോത്സാഹിപ്പിക്കുകയും സൗന്ദര്യത്തെ സ്നേഹിക്കുന്നവർ എന്നുള്ള നിലക്ക് മൈലാഞ്ചി സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതിൻ്റെയും കൂടെ ഭാഗമായി ACV നടത്തുന്ന ഈ പരിപാടി അത് ഓരോ വർഷം കഴിയുമ്പോഴും പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കൂടുകയും അതിൽ താല്പര്യത്തോടെ ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുകയാണ്. ഇത്തരമൊരു പരിപാടി നിരന്തരമായി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പട്ടാമ്പിയിലെ മുഞ്ചുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ എത്തിച്ച് ഇങ്ങനൊരു നല്ല പരിപാടി സംഘടിപ്പിച്ച ACVയെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്.
മൈലാഞ്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ പുരാതനമായ കാലം തൊട്ട് വളരെ നാച്ചുറലായിട്ടുള്ള ബോഡി ആർട്ടിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പറമ്പിൽ നിന്ന് പൊട്ടിച്ചെടുത്ത മൈലാഞ്ചി അരച്ചെടുത്ത് അത് അന്ന് ഇന്നത്തെ പോലെ ഡിസൈനിലും നല്ല മൈലാഞ്ചി ഇട്ടിരുന്നത്, നല്ല ഒന്നുകൊണ്ട് അരച്ചെടുത്ത് ഒന്നിച്ചു കയ്യിലൊക്കെ പതിച്ചിട്ട് കൈ ആകെ ചുമപ്പിച്ച് നടന്നിരുന്ന ഒരു കാലം. ഇന്ന് വ്യത്യസ്തങ്ങളായ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന മൈലാഞ്ചിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. നല്ല കെമിക്കലൊക്കെ അതിൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് ആരും ശ്രദ്ധിക്കുന്നില്ല. നമുക്കത് ചുവപ്പ് കളർ മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ് അല്ലേ. പട്ടാമ്പി ACVയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൊഞ്ചുള്ള മൈലാഞ്ചി എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഓരോ വർഷം കഴിയുന്തോറും അത് ഉന്നത നിലവാരത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ ഇതിൻ്റെ ജഡ്ജസിനോടൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അടുത്ത കാലത്ത് ഇത്ര ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം 1-ാം സമ്മാനം, 2-ാം സമ്മാനം, 3-ാം സമ്മാനം ഒക്കെ നേടുന്ന മത്സരാർത്ഥികളെ തീരുമാനിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പെർഫോമൻസാണ് വിദ്യാർത്ഥിനികൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് എന്നാണ് ജഡ്ജസൊക്കെ സൂചിപ്പിച്ചത്. നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വലിയൊരു അവസരമാണ് ACV ഒരുക്കി തരുന്നത്. ഏതായാലും നിങ്ങളൊക്കെ മാർക്ക് പ്രതീക്ഷിച്ച് മത്സരത്തിൽ പങ്കെടുത്ത് അതിൻ്റെ റിസൾട്ട് കാത്ത് ഇരിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ അതിൽ വിജയിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ACV ഒരുക്കിയിട്ടുള്ളത്. സ്ഥാനം ചെസ് നമ്പർ 125. ഒരു വലിയ കയ്യടി 3-ാം സ്ഥാനക്കാർക്ക്. സെക്കൻഡ് പ്രൈസ് ചെസ് നമ്പർ 132, 132. അതെ, എന്നോടൊന്നും തോന്നരുതേ. അതെ അതെ, ഞാനല്ല തെരഞ്ഞെടുത്തത്. എന്തായാലും പറയട്ടെ, എന്താ ഒരു ഉഷാറില്ലാത്ത പറയട്ടെ. 150. Yes, 150. അവരുടെ മുഖത്ത് ആകാംക്ഷ മൊത്തമുണ്ട്. സദ്ദ നസ്രീൻ ഫാത്തിമ നെഹ്ല. അങ്ങനെ 2024 ACV സംഘടിപ്പിച്ച 11ാമത് മൊഞ്ചുള്ള മൈലാഞ്ചിയിലെ വിജയികൾ. ഇവർക്ക് നൽകുന്ന സമ്മാനം ACV ന്യൂസ് നൽകുന്ന ഗോൾഡ് കോയിനാണ്. ACV ന്യൂസ് നൽകുന്ന ഗോൾഡ് കോയിൻ, അതുപോലെ തന്നെ പിങ്ക് ചുരിദാർ പട്ടാമ്പി നൽകുന്ന ട്രോഫിയും. 2024 ACV ന്യൂസ് സംഘടിപ്പിച്ച മൊഞ്ചുള്ള മൈലാഞ്ചുരൽ മത്സരത്തിൽ 1-ാം സ്ഥാനം
സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഷംന നസ്രീൻ, ഫാത്തിമ നെഹ്ല പി, രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. Manjusha 94 number. Repulvar Anshina. Asna. മൈലാഞ്ചി കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്, ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ACVയുടെ ആദ്യമായിട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫസ്റ്റ് ഒന്നും കിട്ടിയിരുന്നില്ല. ഇപ്രാവശ്യമാണ് കിട്ടുന്നത്. ഞാനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പോയി എന്ന് തന്നെ വിചാരിച്ചത്. പക്ഷേ ഭയങ്കര സന്തോഷമായി. മത്സരത്തിനെ കുറിച്ച് എല്ലാവരും അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ മെഹന്തിയും നല്ല അടിപൊളി തന്നെ ആയിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും ഇട്ടത് കാണാൻ. ഞങ്ങൾ 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം 3ാം സ്ഥാനം കിട്ടിയത്. സന്തോഷമുണ്ട്. നല്ല ഗ്രാൻഡായിട്ട് തന്നെ ആയിരുന്നു പരിപാടി, സൂപ്പറായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ കിട്ടിയാൽ ഭയങ്കര സന്തോഷം. നിലാതീരത്തെ പ്രൗഢമാക്കാൻ 18 വർഷത്തെ പാരമ്പര്യവുമായി അണിഞ്ഞൊരുങ്ങുന്നു പട്ടാമ്പിയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോറൂം സാമിയ വെഡിംഗ് പാലസ്. സെപ്റ്റംബർ 30 വരെ നീണ്ടു നിൽക്കുന്ന സ്പെഷ്യൽ ഇനോഗ്രൽ ഓഫർ. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 50 പേർക്ക് നേടാം ക്യാഷ് ബാക്ക് ഓഫർ. വെഡിംഗ് വസ്ത്രങ്ങൾ, ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ തുടങ്ങിയവയുടെ ഒരു വലിയ ലോകമാണ് സാമിയ വെഡിംഗ് പാലസ്. സാമിയ വെഡിംഗ് പാലസ്, സ്കൈവേ ഹബ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഇൻസ്പെക്ഷൻ ടീം സർ, ഇൻസ്പെക്ഷൻ ടീം. ദിസ് ഈസ് ഓക്കേ. ഉള്ളിൽ എന്താ? ഉള്ളിൽ മലബാർ TMT. മലബാർ TMT സ്റ്റീൽ ബാർസ് 550D. മലബാർ TMT, കരുത്തോടെ കരുതലോടെ.